ഈ പ്രായത്തിൽ എന്നെയും തേടിതാ യൂട്യൂബിൽ ഇങ്ങനെയൊന്ന് വന്ന് ഇപ്പം എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കിട്ടിയിരിക്കും. കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് കൃഷിയൊന്നുമല്ല കേട്ടോ, കൃഷിയുമല്ല, വിളവെടുപ്പുമല്ല, പൂക്കളെ കാണിക്കുകയല്ല. ഇന്ന് ഞാൻ വരുന്നത് എന്താണെന്നറിയോ? നിങ്ങളാൽ എനിക്കൊരു സംഭവം കിട്ടിയിട്ടുണ്ട്. നിങ്ങളാൽ മാത്രം കിട്ടിയത് കേട്ടോ, വേറെ ആരും വിചാരിച്ചിട്ടും കാര്യമല്ല. എൻ്റെ പ്രിയപ്പെട്ട ചങ്കുകൾ വിചാരിച്ചത് കൊണ്ട് മാത്രം എനിക്ക് 1,00,000 ആയല്ലോ. 1,00,000 കുടുംബത്തിൽ 1,00,000 ആൾക്കാരായി ആയിട്ടിപ്പോൾ 1 മാസം കഴിഞ്ഞു. ആ 1,00,000 ആയതുകൊണ്ട് എനിക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ട് 1 മാസം ആയിട്ടുണ്ട്. പക്ഷെ നിങ്ങളെ എനിക്ക് കാണിക്കായിട്ട് ഭയങ്കര വിഷമം. എനിക്ക് നിങ്ങളെ കാണിക്കൽ കിട്ടിയപ്പോൾ തന്നെ സന്തോഷം അറിയിക്കായിട്ട് എനിക്ക് എന്തൊരു പ്രയാസമായിരുന്നു. പിന്നെ 1 മാസം ആവാൻ കാരണം എന്താ അറിയോ? ഇത് എനിക്ക് യൂട്യൂബ് തുടങ്ങി തന്നത് എൻ്റെ അനിയത്തിൻ്റെ മോനും, അത് കുറച്ചൊക്കെ ക്ലിയറാക്കി പഠിപ്പിച്ച് തന്നത് ആങ്ങളുടെ മോനും ഒക്കെ. അവരൊക്കെ കുറച്ച് പഠിക്കുന്നവരാ, 10ാം ക്ലാസ്സൊന്നും എത്താത്തവരാ. അപ്പം അവരെ കിട്ടണം എനിക്ക്. അവരെ മുന്നിൽ വെച്ച് നിങ്ങളെ കാണിച്ചു കൊണ്ട് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിങ്ങനെ നീണ്ടു പോകുന്തോറും എനിക്ക് വിഷമമാവും കേട്ടോ, നിങ്ങളെ കാണിക്കേറ്റ്. അപ്പോൾ അവരെ കിട്ടണമെങ്കിൽ ഞാൻ നാട്ടിലേക്ക് പോവണമെങ്കിൽ പെരുന്നാൾ കഴിയണം. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇതിൽ വന്നു. പെരുന്നാൾ കഴിഞ്ഞ് പെരുന്നാളിൻ്റെ പിറ്റേ ദിവസമാണ് എൻ്റെ ഉപ്പ മരണപ്പെട്ടിരുന്നത്, 8 വർഷം മുമ്പ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും പെരുന്നാൾ പിറ്റേന്ന് ഉപ്പ മരണപ്പെട്ട ആ ദിവസം ഞങ്ങൾ 8 മക്കളാണ്. ആ 8 മക്കളൊന്ന് ഒത്തുകൂടും, വെറുതെ ഒന്ന് ഒത്തുകൂടി ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒത്തുകൂടുമ്പോൾ എനിക്കറിയാം അന്നേരം എല്ലാവരും ഉണ്ടാവില്ല. അവരുടെ സാന്നിധ്യത്തിൽ വെച്ച് അവരെ 2 മക്കളെയും നിർത്തിക്കൊണ്ട് ഇത് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ 1 മാസം നീണ്ടുപോയത് കേട്ടോ. എന്നോട് ക്ഷമിക്കണം, ഓരോരുത്തർ എന്നോട് ചോദിക്കലുണ്ട്. ഇപ്പം എനിക്ക് 1,15,000 കഴിഞ്ഞിട്ടോ, അൽഹംദുലില്ലാ. അതെല്ലാം എൻ്റെ പ്രിയപ്പെട്ടവർ കാരണമാണ്. പിന്നെ എൻ്റെ വീഡിയോ കൃഷിയാണല്ലോ, ലൈവായിട്ട് കാണിക്കുകയാണല്ലോ. അപ്പോൾ കൃഷി എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു സംസ്കാരമാണ്, ഒരു ഇബാദത്താണ്, കൂലി കിട്ടുന്നത് കൂടിയാണ്. അപ്പോൾ നമുക്ക് ആരോഗ്യം കിട്ടും, സന്തോഷം കിട്ടും. അതുകൊണ്ട് ആണ് കുറേ പ്രിയപ്പെട്ടവർ എനിക്ക് 1,00,000 ഇത്രയും പെട്ടെന്ന് ആവാൻ കഴിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. ഈ പ്രായത്തിലും എനിക്ക് ഇത്രയും കിട്ടിയല്ലോ, അൽഹംദുലില്ലാ. അപ്പം ഞാൻ നാട്ടിൽ പോയി അവരെ മുന്നിൽ വെച്ചിട്ട് പ്ലേ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു. ഞാൻ യൂട്യൂബ് തുടങ്ങിയത് എപ്പാന്നുള്ളത് ഞാൻ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്. കുറേ പേര് ഇങ്ങോട്ട് പറയും ആ സമയത്തല്ലേ. ഞാൻ 2024 നവംബർ 1 തുടങ്ങിയത്. അധികം കാലതാമസമൊന്നും ആയിട്ടില്ല. അത്രയും പെട്ടെന്ന് എനിക്ക് കിട്ടിയത് എന്തോ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതും ഈ പ്രായത്തിൽ എനിക്ക് കിട്ടിയതിൽ. ഇപ്പം പ്രായം വെറും നമ്പർ മാത്രം കേട്ടോ. നിങ്ങൾ ശ്രമിച്ചാൽ പെട്ടെന്നാവും. എനിക്കായില്ലേ, പിന്നെന്താ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആവും. അപ്പോൾ ഞാൻ അന്ന് തുടങ്ങിയിട്ട് ഇപ്പം എത്രയായി? 2026 മാർച്ച് മാസമായി. ആകെ 2 വർഷമായിട്ടില്ല ഞാൻ തുടങ്ങിയിട്ട്. അപ്പോൾ തുടങ്ങിയത് ഞാൻ ഒരു കൗതുകത്തിനായിരുന്നു. പിന്നീട് എനിക്കിങ്ങനെ ഒരു ഇഷ്ടം തോന്നി, ആൾക്കാർക്ക് ഒരു താല്പര്യം തോന്നി. അങ്ങനെ ഇവിടം വരെ എത്തി. പ്ലേ ബട്ടൺ കിട്ടി. അങ്ങനെ സുഖമായിട്ട് പോകുന്നു. എനിക്ക് നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും വേണമെന്ന് ഞങ്ങളോട് പറയാം കേട്ടോ. എന്നാൽ വരി നമുക്ക് ആ പ്ലേ ബട്ടൺ ഒന്ന് ഓപ്പൺ ചെയ്യാം. എത്തി തന്നെ പറയാ. വീട്ടിൽ എപ്പം കാറിലിരുന്നതാ പഠിച്ചവരെ. അൽഹംദുലില്ലാ, എന്നാലും എത്തിയല്ല, കുഴപ്പമൊന്നുമില്ലാണ്ട്. അവിടെയൊക്കെ വണ്ടിയും ആൾക്കാരും ഉണ്ട്. ഇതാ ഉസ്താദുമാരെത്തിയില്ല, അതെല്ലാവരും പുറത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ് പരിചയപ്പെടുത്തി തന്നല്ലോ എനിക്ക് യൂട്യൂബ് ആരാണ് തുടങ്ങി തന്നതെന്നൊക്കെ ഉള്ളത്. അവർ വരട്ടെ, എന്നിട്ട് മതി ഇത് ഓപ്പൺ ചെയ്യാന്ന് വിചാരിച്ചിട്ട്. കിട്ടിയിട്ട് എനിക്ക് 1 മാസമായി. പിന്നെ എൻ്റെ വീട്ടിൽ വന്നിട്ട് എല്ലാവരും ഒത്തുകൂടുന്നൊരു സമയമായിട്ട് അവരെ മുമ്പിൽ വെച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്യാന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ എന്നെ പഠിപ്പിച്ച് തന്നവർ, എനിക്ക് യൂട്യൂബ് തുടങ്ങി തന്ന ആളും എൻ്റെ ബാക്കിലുണ്ട്. അവരെ ഞാൻ വിളിക്കട്ടെ കേട്ടോ. ചെറിയ കുട്ടികളാണ്, അതുകൊണ്ട് അവർ ഇവര് 2 എൻ്റെ ഗുരുനാഥന്മാർ. ഇവര് 2 എനിക്ക് യൂട്യൂബിലേക്ക് ഭയങ്കര കൊതിയായിരുന്നു, ഇങ്ങനെ കൃഷി ഇങ്ങനെ കാണിക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പം മോൻ വന്ന ഒരു ദിവസം മോൻ എൻ്റെ വീട്ടിൽ വിരുന്ന് വന്നു.
മോനെന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തിൻ്റെ മോനാണ്. ഇത് എൻ്റെ ആങ്ങളുടെ മോനും. രണ്ടാളും എന്നേക്കാൾ വലിപ്പമുണ്ടെങ്കിലും പ്രായം കുറവാ. ഇപ്പൊ എത്രാം ക്ലാസ്സിലെത്തിയത് പറഞ്ഞു കൊടുക്ക്. ഇപ്പൊ 9ാം ക്ലാസ്സിലെത്തി. ആദ്യം രണ്ടാളും 9ാം ക്ലാസ്സിലെത്തി. അപ്പൊ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് 1.5 വർഷമായി ഞാൻ പറയലുണ്ടല്ലോ. 1.5 വർഷമായി. അന്നേരം 8ാം ക്ലാസ്സിലായിരുന്നു. ഇവിടെ 8ാം ക്ലാസ് രണ്ടാളും. അങ്ങനെ ഞാൻ യൂട്യൂബ് എനിക്ക് തുടങ്ങണം ഭയങ്കര ആഗ്രഹം പറഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും യൂട്യൂബ് നേരത്തെ തുടങ്ങിയിരുന്നു. എപ്പോന്നറിയോ? നമുക്ക് കൊറോണ കാലത്ത് എല്ലാവരും വീട്ടിൽ അടങ്ങിയിരിക്കുന്ന ഒരു സമയമായിരുന്നല്ലോ. ആ സമയത്ത് അന്നേരം ഇവർ 4ാം ക്ലാസ്സിലാണ്, ചെറിയ കുട്ടികളാണ്. ആ സമയത്ത് സ്വന്തമായിട്ട് ചാനൽ തുടങ്ങിയവരാ, മിടുക്കന്മാരാ. സ്വന്തമായിട്ട് എനിക്ക് അന്നേരം ഒന്നും അറിഞ്ഞൂടാ. ഇവർ സ്വന്തമായിട്ട് ചാനൽ തുടങ്ങി. ആ ചാനൽ ഇപ്പം ഉണ്ടോ? പിന്നീട് കഴിഞ്ഞല്ലോ. എന്തായിരുന്നു മോന്റെ ചാനലിന്റെ പേര്? അതിപ്പോ പറയാൻ മടി എന്താ വെച്ചാൽ അത് ഒഴിവാക്കി കളഞ്ഞു. ഈ കൊറോണ കഴിഞ്ഞ് സ്കൂളിൽ പോയി കുട്ടികൾ കളിയാക്കിയപ്പോ ആ ചാനലേ അല്ല ഉണ്ടാക്കിയില്ലേ. മോന്റെതോ? മോന്റെ ഇപ്പൊ ഉണ്ടോ? രണ്ടപ്പോ എന്നെ പഠിപ്പിച്ചു. അങ്ങനെ മോൻ വിരുന്ന് വന്നപ്പോ ഞാൻ പറഞ്ഞു എനിക്കൊരു ചാനൽ തുടങ്ങേണ്ടിയിരുന്നു. കേട്ട ഉടനെ തന്നെ തുടങ്ങണോ, എന്നാ ഫോൺ എടുക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ഫോൺ എടുത്തു കൊടുത്തു. അങ്ങനെ മോന് അന്നേരം ആങ്ങളുടെ മോൻ വന്നിട്ടില്ലായിരുന്നു, അനിയത്തി മോനും വരുന്നു. അപ്പോൾ വേഗം ഒരു 10 മിനിറ്റ് ആയിനോ ഉടനെ തന്നെ അങ്ങോട്ട് റെഡിയാക്കി. എനിക്ക് ചാനൽ അങ്ങ് പേരെന്താ ഇടേണ്ടതെന്ന്. ഞാൻ മൂത്തമ്മയാണല്ലോ, എൻ്റെ അനിയത്തിൻ്റെ മോനാണ്. പേരെന്താ മൂത്തമ്മ ഇടേണ്ടി ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എന്താ പെടി അങ്ങനെ ആലോചിച്ചു. ഇതൊക്കെ പെട്ടെന്നല്ലേ പറയും, പ്ലാനിങ് ഇല്ല ഒന്നിനും. അപ്പോൾ ഞാൻ പറയുന്ന പിന്നെ റുക്കിയാസ് വേൾഡ് അങ്ങോട്ട് അത്. അപ്പോൾ എന്താ ഞാൻ ചിന്തിച്ചറിയോ? അങ്ങനെ ആകുമ്പോൾ എനിക്ക് കൃഷി ഇടാം, ഭക്ഷണം ഇടാം, യാത്ര ഇടാം, ഒക്കെ ഒരു വേൾഡ്, എൻ്റെ ലോകം. ഞാൻ അങ്ങനെ ചിന്തിച്ചുള്ളൂ. അതങ്ങനെ ഉടനെ തന്നെ റുക്കിയാസ് വേൾഡ് അങ്ങിട്ടു. അങ്ങനെ ഇട്ട് പേരിട്ടു. ആ ചാനൽ അങ്ങ് തുടങ്ങി. തുടക്കം ഞങ്ങൾ ഷോർട്സ് ആയിരുന്നു അല്ലേ, ഒരു ഷോർട്സ്. ആ ഷോർട്സ് ഞാനെന്തോ ഒരു മുരിങ്ങ പറിക്കുന്നതൊരു ഷോർട്സാ. പറിച്ചിട്ടൊന്നുമില്ല, സംസാരിക്കാനും അറിഞ്ഞൂടാ, എന്താ സംസാരിക്കേണ്ടി അറിഞ്ഞൂടാ. തുടങ്ങിയല്ലേ. അന്നേരം ഒരു പാട്ടിട്ട് അങ്ങനെ ഞങ്ങൾ 1 മാസം ഞാൻ ഷോർട്സ് തന്നെ, ലോങ് അറിഞ്ഞൂടാ. അങ്ങനെ മോനെ കൊണ്ട് ഞാൻ ഒരു മാസം ഷോർട്ട് തന്നെ ഇട്ടങ്ങ് പോയി. ഒരു കൊല്ലം മുമ്പത്തെ കഥയാട്ടോ. അങ്ങനെ ലോങ് ഇടാൻ അങ്ങ് തുടങ്ങിയപ്പോൾ ലോങ് പോകുന്നില്ല, ഷോർട്സ് മാത്രമേ പോകുന്നില്ല, അറിഞ്ഞൂടാ. അങ്ങനെ ഞാൻ മോനോട് പറഞ്ഞു, മോനെ ഇത് ലോങ് പോകുന്നില്ലല്ലോ. അങ്ങനെ ഇപ്പം മോനാണെങ്കിൽ എൻ്റെ അടുത്തില്ല, പോയല്ലേ, സ്കൂൾ പോണ കുട്ടിയല്ലേ. അങ്ങനെ ഞാൻ എല്ലാം എടുത്ത് ഇങ്ങോട്ട് വന്ന് എൻ്റെ തറവാടി വീട്ടിലേക്ക് വന്ന്. ഇവിടെ യൂട്യൂബ് പരിചയമുള്ള മോൻ ഇവിടെ ഉണ്ട്. അങ്ങനെ ഈ മോനാണ് പിന്നെ എനിക്ക് ലോങ് ഇടുന്നത് പഠിപ്പിച്ചത് അല്ലേ. ലോങ് ഇടുന്ന് പഠിപ്പിച്ച് ഇത് ഷോർട്ട് യൂട്യൂബ് പേരിട്ട് തുടങ്ങി തന്നാള്, ഇത് ലോങ് പഠിപ്പിച്ച് തന്നാള്. അങ്ങനെ ഇവർ രണ്ടാള് അനുഗ്രഹം ഉഷാറൊക്കെ കൊണ്ട് ഞാൻ ഇന്ന് 1.5 വർഷമാകുമ്പോഴത്തേക്കും എനിക്ക് 1,14,000 സബ്സ്ക്രൈബറായി. അൽഹംദുലില്ലാഹ്. ഇവർക്ക് സമ്മാനം. അങ്ങനെ പ്ലേ ബട്ടൺ കിട്ടിയല്ലോ. 1,00,000 കഴിഞ്ഞാൽ പ്ലേ ബട്ടൺ കിട്ടുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടല്ലോ. നഴ്സറി കുട്ടിയാ ഈ വിഷയത്തിൽ ഞാൻ. അങ്ങനെ മോനാണ് പറഞ്ഞത് പ്ലേ ബട്ടൺ കിട്ടിയോ മൂത്തുമ്പോ, പ്ലേ ബട്ടൺ കിട്ടിയോ. ഞാൻ വിചാരിച്ചു ഇതെന്താ പ്ലേ ബട്ടണോ, അതെങ്ങനെ കിട്ടുക. നോക്കുമ്പോ അപേക്ഷ ദിവസം എൻ്റെ അനിയത്തിന്റെ ഫോണിൽ വന്ന് സ്കൂൾ വിട്ട് വന്നാ എത്രയായി നോക്കല. എൻ്റെ സബ് എണ്ണുന്ന പണിയായിരുന്നു. രണ്ടാക്കും 1000 കിട്ടിയപ്പോൾ എന്നെ വിളിച്ചൂലേ, 1000 സബ്ബായപ്പോൾ. അങ്ങനെ അൽഹംദുലില്ലാഹ് ലാസ്റ്റ് എനിക്ക് പ്ലേ ബട്ടൺ വന്ന് ഞാൻ ഓപ്പൺ ചെയ്യാണ്ട് വെച്ചു. ഇവർ രണ്ടാളെ മുന്നിൽ വെച്ച് മാത്രമേ ഞാൻ ഓപ്പൺ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചു. അങ്ങനെയാണല്ലോ വേണ്ടത്. പിന്നെ ഞങ്ങൾ കേക്ക് മുറിക്കുന്നൊന്നുമില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ കേക്ക് വേണ്ട, ഇങ്ങനത്തെ മുറിച്ച് പലഹാരം എന്തെങ്കിലും ലഡു കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിപ്പം വാങ്ങിയിട്ടുമില്ല. അതൊക്കെ പിന്നെ ഇതങ്ങ് ഓപ്പൺ ആക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഓപ്പൺ ആക്കാൻ പോവുകയാണ്. ഇത്രയും ഞാൻ എത്താൻ കാരണം ഇവർ തുടങ്ങിയാലും നിങ്ങളാണ് ഇതിൻ്റെ അവകാശികൾ. ശരിക്ക് പറയുകയാണെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബർ എന്ന് പറയാൻ എനിക്ക് താല്പര്യമല്ല, എൻ്റെ കുടുംബക്കാരാണ്, എല്ലാവരും എൻ്റെ ചങ്കുകളാണ്. നിങ്ങൾ കാരണമാണ് എനിക്കിത് കിട്ടിയത്. ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നത് നിങ്ങളാണ് കേട്ടോ. അപ്പോൾ കേക്കൊക്കെ മുറിച്ച് നിങ്ങളെ കൊതിപ്പിക്കണ്ടല്ലോ, അതായിട്ടാ. ഇതെങ്ങനെയാണ് പൊളിക്ക മോനെ മക്കളെ, നിങ്ങൾ എന്നത് പൊളിച്ചും തരി.
ഇല്ല അങ്ങനെ പൊളിച്ചു കത്തരി കാണോ ഇവരെ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്ന കേട്ടോ. പേപ്പറാണ് ആദ്യം. കുറെ ഇതാ യൂട്യൂബ്, ഇതാ സംഭവം ഇതാ കേട്ടോ. ഇതാ മക്കളെ പിടിക്കി രണ്ടാളും. ഇതാണ് അങ്ങനെ ഈ പ്രായത്തിൽ എന്നെയും തേടിതാ യൂട്യൂബിൽ ഇങ്ങനെയൊന്ന് വന്ന് ഇപ്പം എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കിട്ടിയിരിക്കും. കണ്ടോ, നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് സാധിച്ചിരിക്കും. എൻ്റെ പിന്നിൽ പ്രയത്നിച്ചാൽ. ഞാനിതൊന്ന് എടുത്ത് കാണിച്ചു തരാം. എന്താ ആജ് പിടിക്കത് എന്താ ഇതാണ്. കണ്ടില്ലേ, അടിപൊളിയല്ലേ? നിങ്ങൾക്ക് ഞാൻ കാണിച്ചത് നിങ്ങൾക്കും കൂടി ഉള്ളത് ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ പ്രത്യേകം എടുത്ത് കാണിച്ചു തരുന്നത്. നിങ്ങൾ കാരണമാണ് എനിക്കിന്ന് ഈ ഒരു സംഭവം എന്നെ തേടി എത്താൻ കാരണം. ഒരുപാട് നന്ദിയുണ്ട്. നല്ലത് നിങ്ങൾക്ക് നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതെടുത്ത് ഇത് കുറേ പേപ്പർ വേറെ ഉണ്ട് കേട്ടോ. ഇതിൽ കുറേ ഉണ്ട്. പിന്നെ എനിക്കില്ലേ എങ്ങനെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ഞാൻ ലോങ് ഇടുമ്പോൾ എനിക്ക് പോകുന്നില്ല, എനിക്ക് അറിയുന്നില്ലല്ലോ. അപ്പോൾ മൊബൈലിൽ വീഡിയോ കോള് ഇവിടെ എന്നെ പഠിപ്പിച്ച് ഞാൻ അങ്ങ് വയനാട്ടിലേക്ക് പോയി. 2-ാം ദിവസം നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല. എന്നോട് എനിക്ക് വിവരബുദ്ധിയൊന്നും എനിക്കില്ലല്ലോ. രണ്ടുപേരും നല്ല മിടുക്കന്മാരാ, പഠനത്തിനും ഉഷാറാണ്. 9-ാം ക്ലാസ് കഴിഞ്ഞു. 9-ാം ക്ലാസ് പരീക്ഷ. അടുത്ത കൊല്ലം 10-ാം ക്ലാസ്സിലാണ് രണ്ടുപേരും. അപ്പോൾ വീഡിയോ കോളിൽ ഇങ്ങനെ കാണിക്കും. ഇവിടുന്ന് ഉമ്മാൻ്റെ ഫോണൊന്നുമില്ല കേട്ടോ, സ്വന്തമായിട്ട് ഫോണൊന്നുമില്ല, ഉമ്മാൻ്റെ ഫോണാണ്. ആ ഫോണ് വീഡിയോ കോൾ തുറന്ന് വെക്കും. അവിടെ നിൽക്കി അമ്മായി, ഇവിടെ നിൽക്കി അമ്മായി, ഇവിടെ നിൽക്കി. അങ്ങനെ ചിലപ്പോൾ ദേഷ്യം പിടിക്കും. കാരണം എങ്ങനെ നിൽക്കാൻ എനിക്ക് ക്ലിയർ ആകുന്നില്ല. എന്തായാലും ഒരാഴ്ച കളിപ്പിച്ച് ഞാനും ഓനും കൂടെ കളിച്ച് ലോങ് അങ്ങ് ശരിയായി. ഇന്ന് ഞാൻ ഇവിടെ എത്തി. ദിവസേന ലോങ് ഇടും. എല്ലാം ഇവരാണ് എൻ്റെ പിന്നിൽ പ്രവർത്തിച്ച്. ഞാൻ വീഡിയോ ഇവരെ മുമ്പിൽ കൊണ്ടുവരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് അത്രയും കഴിവുണ്ട്. ചെറിയ കുട്ടികൾ വേഗം പഠിക്കും കേട്ടോ. ഇവർക്ക് അതിനുള്ള കഴിവുണ്ട്. വലുതാവും തോറും ബ്രെയിന് എനിക്കൊക്കെ കുറെ പഠിക്കേണ്ടി വന്നു. എന്നിട്ട് ഞാൻ ശരിയായത്. ഇവരങ്ങനെയല്ല, പെട്ടെന്ന് അങ്ങ് പഠിച്ചു. അങ്ങനെ പഠിച്ച് ഇന്ന് ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഞാൻ ഇവരെ മുന്നിൽ സാന്നിധ്യത്തിൽ വെച്ചിട്ട് പൊളിക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന. പിന്നെ എൻ്റെ ബാക്കിയുള്ളവരെ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഫസ്റ്റിൽ തുടങ്ങാം. ഇത് ഒരാങ്ങള, അനിയത്തിൻ്റെതാ മോൻ്റെ ഉപ്പ, അനിയത്തിൻ്റെ ഭർത്താവ്. ഇത് വേറൊരാങ്ങള. ജോലിയും പറഞ്ഞുതരാം. ആ ആങ്ങളെ ജോലിയാണ്, അതും വയനാട്ടിൽ തന്നെയാണ്, മീനങ്ങാടി അരിമുള. ഇവിടെ അനിയത്തിൻ്റെ ഭർത്താവ് അധ്യാപകനാണ്, ആങ്ങളി അധ്യാപകനാണ്. ഇവർ എവിടെയായിരുന്നു? പാലക്കാട് സ്കൂളിൽ. ഈ ആങ്ങളി അധ്യാപകനാണ്, തിരൂർ കൂട്ടായി. അനിയത്തി ടീച്ചറാണ്. ഉമ്മാനെ പിന്നെ ഞാൻ എപ്പോഴും കാണിക്കാറുണ്ട്. ഇത് ആങ്ങളുടെ മോന്. ഞങ്ങൾ രണ്ടുപേരും ഞാൻ ബാക്കിൽ വീണ് വന്നിട്ട്. ഇത് ആങ്ങളുടെ ഭാര്യ, സ്റ്റാഫ് നേഴ്സാണ്. ആങ്ങളുടെ മോള് 10-ാം ക്ലാസ്സിലെ. ഇത് ആങ്ങളുടെ ചെറിയ മോള്. പിന്നെ ഞാൻ പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ, വീഡിയോയിലെപ്പം കാണാറുണ്ടല്ലോ. എൻ്റെ എല്ലാം എൻ്റെ വിജയത്തിൻ്റെ പിന്നിലുള്ള ആള്. ഇത് അനിയത്തിൻ്റെ എനിക്ക് പഠിപ്പിച്ച് തന്നെ ഉണ്ടാക്കുന്ന ആ ആങ്ങളല്ലേ, അനിയത്തിൻ്റെ മോള്. അപ്പോൾ ആങ്ങളെ എന്നെ പഠിപ്പിച്ചു തന്നത്. ഇത് ആങ്ങളുടെ ഭാര്യ, സ്റ്റാഫ് നേഴ്സാണ്, തിരുവനന്തപുരം. പിന്നെ ആങ്ങളുടെ ഭാര്യ പറയുന്നില്ല. ഇത് ആങ്ങള പിന്നെ എഞ്ചിനീയറാണ്. പിന്നെ ഇവിടെ മോന്, പിന്നെ മറ്റേ 2ാമത്തെ മോന് വീഡിയോ പിടിക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അപ്പം ഇത്രയാണ് എൻ്റെ കൂടെ. ഇനിയുണ്ട് കേട്ടോ, ആൾക്കാരുണ്ട്, പക്ഷെ എല്ലാവരും എത്തിയില്ല. ഉള്ളവരെ വെച്ച് ഞങ്ങളെ കാണിച്ചു തന്നതാണ്. അപ്പോൾ കണ്ടല്ലോ, അത് എന്താ ഓപ്പൺ ആക്കാത്തത് എന്നോട് ഓരോരുത്തർ ചോദിക്കാറുണ്ട്. 1 ലക്ഷം കഴിഞ്ഞപ്പോൾ തന്നെ കിട്ടിയില്ലേ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് ഇതിനൊരു അവസരം കിട്ടിയത്. എൻ്റെ പ്ലേ ബട്ടൺ ഓപ്പൺ ചെയ്തതൊക്കെ കണ്ടല്ലോ. എൻ്റെ കുറേ പ്രിയപ്പെട്ടവരെയും കണ്ടല്ലോ. എനിക്ക് ആരാണോ ഓപ്പൺ ചെയ്തത് അവരെയും കണ്ടല്ലോ.
എല്ലാം എനിക്ക് കാണിച്ചു തരുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.